ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇനി വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്, അവരുടെ ചിന്തകൾ എന്താണ്, ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇപ്പോഴവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നമ്മളൊരു 500 ലൈക്സ് എങ്കിലും ഈ ഒരു വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക, ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. നമ്മളിവിടെ നിങ്ങളുടെ പേഴ്സണൽ സിറ്റുവേഷൻസ് ആണ് നോക്കുന്നത്, അവരുടെ ചിന്തകളാണ് നോക്കുന്നത്. ഓക്കെ, പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് ഈ ഒരു സമയത്ത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒക്കെ അവരുടെ ചിന്തകൾ, അവരുടെ ഇൻറ്റ്യൂഷൻസ്, അവരുടെ ഫീലിങ്സ് ഒക്കെ എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് ഈ ഒരു സമയത്ത്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്, നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒക്കെ അവർ ഈ ഒരു സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, മാസ്റ്റർ കാർഡായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ് ഇവിടെ നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുക, ഫസ്റ്റ് കാർഡിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ തീർച്ചയായിട്ടും ഇപ്പോഴൊരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിൽ തന്നെയാണ് എന്നുള്ളൊരു കാര്യമാണ്. ആ ഒരു സെപ്പറേഷനിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്തിട്ട് അവർ വല്ലാതെ വിഷമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ നെഗറ്റീവായ ഒരു ഇവൻസിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണുന്നു. അവർക്ക് വളരെയധികം ഒരു പേടിയാണ്, ഇനി എന്തായി തീരും എന്നൊരു ഉത്കണ്ഠ അവർക്കുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. അതുപോലെ ഈ റിലേഷൻഷിപ്പ് എൻഡായി പോയി എന്ന് വരെ അവർ ചിന്തിക്കുന്നു. വളരെ ആൻസൈറ്റി ലെവൽ ഒത്തിരി ഹൈ ആയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. രാത്രിയിലൊന്നും അവർക്ക് ഉറക്കം തന്നെ നഷ്ടപ്പെട്ട പോലെയുള്ള ഒരു അവസ്ഥയാണുള്ളത്. അവർ എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, വളരെ വരിയായിട്ടിരിക്കുന്നു, ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. നിങ്ങളോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആയിരുന്നു നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരുന്നത്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരൊരു ഡിപ്രഷനിലേക്ക് പോയി വളരെ വേദനയുള്ള സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളെന്ന പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഈ ഒരു സിറ്റുവേഷൻ ശരിക്കും ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. ഈ ഒരു സെപ്പറേഷൻ പീരീഡ് വന്നിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പല പല രീതിയിലുള്ള ഡിഫറൻസുകൾ ഉണ്ടായിരിക്കാം, സാമ്പത്തികപരമായിട്ടും അല്ലാത്ത രീതിയിൽ, ജോബില്ല, അങ്ങനെയൊക്കെ തുടങ്ങിയ പല പല ഡിഫറൻസുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ആ ഒരു കാരണങ്ങൾ കൊണ്ട് ബേസിക്കലി പറയുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. പക്ഷെ പുറമേ നിന്നുള്ള ആളുകളുടെ സമ്മർദ്ദം കൊണ്ടായിരിക്കും ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. അപ്പോൾ നിങ്ങളെന്ന പേഴ്സൺ നിങ്ങളുടെ ഒരു ഫാമിലിയിലായിക്കോട്ടെ എന്തായിക്കോട്ടെ നിങ്ങളുടെ ഒരു വ്യക്തിത്വം നഷ്ടപ്പെടാതെ നിങ്ങളുടെ ഒരു ഡിസിഷനിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളേതായ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്ത് സമ്മർദ്ദം ഉണ്ടായാലും പുറത്തു നിന്നൊരു സിറ്റുവേഷൻ വന്നാൽ കൂടി അത് ഹാൻഡിൽ ചെയ്യാനും ചലഞ്ചസ് ഒക്കെ ഏറ്റെടുക്കാനും കോമ്പറ്റീഷൻ മൈൻഡോടുകൂടി നിൽക്കാനും
നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ ഉള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. സ്ട്രോങ് ഡിഫൻസ് സിസ്റ്റം ഉള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ എന്ന് മനസ്സിലാവുന്നു. കാരണം നിങ്ങൾ ഒത്തിരി ഒരു ചെറുപ്പകാലങ്ങളിൽ വളരെയധികം കഷ്ടപ്പാടുകളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡിഫൻസ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് നിങ്ങളുടെ മനസ്സിന്റെ ഒരു രീതിയിൽ മാനസികമായിട്ട് നല്ല രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സെപ്പറേഷനിൽ വളരെയധികം തളർന്നു പോയിരിക്കുന്നു. അവർക്ക് വളരെയധികം ഡിപ്രഷനിലാണ് അവര്. നിങ്ങൾ ഇനി തിരികെ കിട്ടുമോ എന്ന് വരെ അവര് സംശയിക്കുന്ന ഒരു സ്റ്റേജിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട്. പിന്നീട് നമുക്ക് വന്നിരിക്കുന്ന ഒരു കാർഡ് എംബർ കാർഡാണ്. നിങ്ങളുടെ ഈ ഒരു നിങ്ങൾക്ക് രണ്ടുപേർക്കും ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ചെറിയ ചെറിയ എല്ലാ റിലേഷൻഷിപ്പിലും ഉള്ളതുപോലെ ചെറിയ ചെറിയ ഒരു കോംപ്ലിക്കേഷൻസും വഴക്കുകളും കാര്യങ്ങളും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ, അത് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും വളരെ സ്നേഹത്തിലാണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ടും എടുത്തു പറയുകയാണെങ്കിൽ ഒരു നിങ്ങളുടെ ഫാദർ ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഫാദർ ആയിരിക്കാം. പേരന്റിങ് ഇതിലില്ല. അതോറിറ്റി ലെവലിലുള്ള, അതായത് നിങ്ങളുടെ കുടുംബത്തിലെ ഗ്രഹനാഥ അങ്ങനെ ഒരു അതോറിറ്റി ഇതിലുള്ള ഒരാളാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ മതത്തിന്റെ ഇതിൽ നിങ്ങളുടെ ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഒരു ഫാമിലിയെ നിയന്ത്രിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയാണ് ഇതിനിടയിൽ ഒരു തടസ്സമായി നിൽക്കുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത്തരത്തില് ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കുടുംബ പേര് പോകും, ആ ഒരു രീതിയിലൊക്കെ പറയുന്ന രീതിയിലുള്ള ഏതോ ഒരു ഫാദർ, ഒരു മെയിൽ ക്യാരക്ടറിനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതോറിറ്റി ലെവലിലുള്ള ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങളെ രണ്ടുപേരെയും നല്ല രീതിയിലായിട്ട് ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകാനായിട്ട് തടസ്സമായിട്ട് നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു. ഒരു തേർഡ് പാർട്ടി എന്ന് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ആ ഒരു പേഴ്സണെ പറയാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷെ നിങ്ങൾ എന്ന വ്യക്തി എന്ത് സിറ്റുവേഷനെ നേരിടാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഒരു പേടിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അവര് നിങ്ങളുടെ പേഴ്സൺ ശരിക്കും വളരെയധികം ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട്, ആൻസൈറ്റി ഉണ്ട്, അവർക്ക് വളരെ വറി ചെയ്യുന്നു. എന്താണ് ഒരു ഡിസിഷൻ എടുക്കാനോ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ നടുക്ക് നിന്നിട്ട് നല്ല രീതിയിൽ സ്വാധീനം ചെലുത്താനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും നിങ്ങൾ മനസ്സിലാക്കും. ഈ ഒരു കാർഡും ഈ 5 of Wands എന്ന് പറയുന്ന ഒരു കാർഡ്, ഈ എംബ്ര കാർഡിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളോട് വളരെ സപ്പോർട്ടീവായിട്ട് വന്നിരിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് ഇവിടെ ഒരു ഡിസഗ്രിമെന്റ്, കുറെ ആളുകളുടെ അല്ലെങ്കിൽ ഒരു പേഴ്സന്റെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളുടെ ഒരു ഡിസഗ്രിമെന്റ് നിങ്ങൾ തമ്മിൽ യോജിക്കുന്നതിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നുള്ളവരും നിങ്ങളുടെ പേഴ്സന്റെ ഫാമിലിയിൽ നിന്നുള്ളവരും തമ്മിൽ കോൺഫ്ലിക്ട്സുകൾ ഉണ്ടായിട്ടുണ്ടാകാം. ആ ഒരു കോൺഫ്ലിക്ട്സുകൾ അല്ലെങ്കിൽ ഇവര് തമ്മിൽ സംസാരിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾ തമ്മിലും സംസാരിച്ച് എന്റെ ഫാമിലി എങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ പറഞ്ഞിട്ട് ശരിക്കും നിങ്ങൾ തമ്മിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്ന് വേണം പറയാനായിട്ട്. പക്ഷെ ഈ ഒരു ഫാമിലിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജോബിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്ന് നിങ്ങൾക്കൊരു ടെൻഷനും വറിയും നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് റിക്കവറായി വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇത് ശരിക്കും കുറച്ച് ആളുകളുടെ ഫ്രസ്ട്രേഷൻ എവിടെയെങ്കിലും തീർക്കാനുള്ള രീതിയിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇറക്കുന്നത് പോലെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് കുറച്ച് ആളുകൾ ഒന്നോ രണ്ടോ പേര് അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്, അവർക്ക് ഇങ്ങനെയൊന്നും കഴിഞ്ഞില്ല അല്ലെങ്കിൽ അവർക്ക് ഇതൊന്നും നടത്താൻ കഴിഞ്ഞില്ല എന്ന രീതിയിൽ അങ്ങനെ നമ്മൾ പാരമ്പര്യമായിട്ട് തുടർന്നു വരുന്നത് ഇതാണ്, അപ്പൊ ഇത് തന്നെ നിങ്ങളും തുടർന്ന് പോനം എന്നുള്ളൊരു രീതിയിലും ഇൻഫ്ലുവൻസ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും അവിടെ ഒരു കോൺഫ്ലിക്ട്സ്, വഴക്കുകൾ നടന്നിട്ടുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക്. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ ഈ ഒരു സെപ്പറേഷനിൽ പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു എനർജി വരുമ്പോൾ ഇവിടെ ഒരു സെലിബ്രേറ്റിംഗ് എനർജി വരുന്നുണ്ട്. അത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന്റെ സെലിബ്രേഷൻ അല്ല, പേഴ്സണൽ ഗോളുകൾ, നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ നേടിയെടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാകാം. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോബ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകാം, ഒരു ഹൗസ് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള അത് ഈ റിലേഷൻഷിപ്പ് ലീവ് ചെയ്തതിന് ശേഷമായിരിക്കാം നിങ്ങൾക്ക് ഇതെല്ലാം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എല്ലാം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഒരു പേഴ്സണൽ സെലിബ്രേഷൻ എന്ന് മാത്രമേ നമുക്ക് ഇതിനെ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു കോൺഫ്ലിക്ട്സിനും ഒക്കെ ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേർന്നിട്ടുണ്ടാകാം. അപ്പോൾ തന്നെ നമുക്കിപ്പോൾ ഒരു ജോബ്, അതുപോലെ തന്നെ സാലറി അല്ലെങ്കിൽ പുതിയൊരു സ്ഥലം, നല്ല ഒരു എൻജോയ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ഈ ഒരു പേഴ്സണൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ കൂടി
നിങ്ങൾ കുറച്ചൊരു ഹാപ്പി ആയിരിക്കുന്നത് പോലെ നിങ്ങളുടെ പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. അതും അവരെ വളരെയധികം ഒരു ആൻസൈറ്റിയിലേക്കും വറിയിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഇനി നിങ്ങൾക്കൊരു നല്ല റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകുമോ, ഇനി തിരിച്ച് ഇവരുടെ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരില്ലയോ എന്നൊക്കെയുള്ള ഒരു സംശയങ്ങൾ അവർക്കുണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് ഈ ഒരു പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അറിയാതെ നിങ്ങളിലേക്ക് എത്താനായിട്ട്, അല്ലെങ്കിൽ ഈ പ്രോബ്ലംസ് ഒക്കെ, നിങ്ങളുടെ ഇടയിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് കുറച്ച് മണി മാറ്റേഴ്സിന്റെ കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഫൈനാൻഷ്യലി ഇവര് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വ്യക്തികളല്ലായിരുന്നു. അപ്പൊ ഒന്ന് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകാൻ വേണ്ടിയിട്ട്, വെൽത്ത് സ്റ്റാറ്റസ് ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇവർ ശ്രമിച്ചു. പക്ഷെ അവർക്ക് ആ ഒരു ഗോളിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിച്ചില്ല എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവർക്ക് അതും ലൂസായി പോയി. അപ്പം അവർ വല്ലാത്ത ഒരു വിഷമത്തിലേക്ക്, ഡിപ്രഷനിലേക്ക്, എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ഒരു സോഷ്യൽ സ്റ്റാറ്റസ് വരെ അവർക്ക് താഴേക്ക് പോയി. അങ്ങനെ ഒരു അവരെ തന്നെ ജഡ്ജ്മെന്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഞാനൊരു മോശം ആളാണ് എന്ന രീതിയിലൊക്കെ ജഡ്ജ്മെന്റ് ചെയ്ത് വളരെ അവരിലേക്ക് തന്നെ ചുരുങ്ങിപ്പോയ ഒരവസ്ഥ. അത് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് കാർഡിലും ഇവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വിഷമഘട്ടത്തിലൂടെയൊക്കെ ഈ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിവിടെ ഒരു പേഴ്സണൽ ഗോള് നേടിയെടുത്തിരിക്കുന്നു. വളരെ ഹാപ്പി ആയിട്ട്, വളരെ ഹാപ്പി എന്നല്ല പറയാം, നല്ലൊരു ഗുഡ് എനർജിയിൽ ഇരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഹാപ്പി എന്ന് പറയാനായിട്ട് പറ്റില്ല. നിങ്ങൾക്കും എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നത് തന്നെയാണ് നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു കാര്യം എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ട്. പക്ഷെ ഈ ഒരു കോൺഫ്ലിക്റ്റുകൾ നടന്ന സമയത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ ഈ വ്യക്തി നിൽക്കണമായിരുന്നു. പക്ഷെ ഈ വ്യക്തി അങ്ങനെ നിൽക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം ഒരു വിഷമമുണ്ട് എന്ന് മനസ്സിലാകുന്നു. ഇവരും നിങ്ങളുടെ എതിരായി നിന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്നതുകൊണ്ട് അവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സെൽഫ് ഡിസിപ്ലിനോ, സെൽഫ് ലവോ, സെൽഫ് കെയറോ, അല്ലെങ്കിൽ സെൽഫ് ഡിസിഷൻ പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. എപ്പോഴും ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ആ ഒരു സാഹചര്യത്തിൽ അതേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവർ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ നിന്ന് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങളോടൊരു സ്നേഹമില്ലാത്തത് കൊണ്ടോ അതുകൊണ്ടൊന്നുമല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സന്റെ സിറ്റുവേഷൻ ഇപ്പോൾ ശരിക്കും ഈ ഒരു ഇത്തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവര് ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ വളരെ ടയേർഡാണ്, അവര് വളരെ ഡിപ്രസ്ഡ് ആണ്. ഇനി ഒന്നുമില്ല എന്ന്, അവസാനിച്ചു എല്ലാം എന്നുള്ളൊരു രീതിയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഫൈനൽ കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ ഈ വ്യക്തിക്ക് എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിലും ഈ വ്യക്തി സ്റ്റിക്ക് ഓൺ ചെയ്ത ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം അസൈൻ ചെയ്ത് ആ ഒരു ടാസ്കിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവർക്ക് ആ ടാസ്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നാണ് യൂണിവേഴ്സിനോട് ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പൊ സെൽഫ് ഡെവലപ്മെന്റ് ഉണ്ടാകും, ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും. പക്ഷെ അവരൊരു ഡിസിപ്ലിനോട് കൂടി മുന്നോട്ട് പോകണം. ഒരു റൊട്ടീൻ ഇട്ടിട്ട് ആ ഒരു ടാസ്കിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പരിശ്രമിക്കണം. പിന്നെ ഒരു സെൽഫ് ഡിസിപ്ലിൻ അവരുണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം. അല്ലാതെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് അവർ ശ്രമിക്കുകയാണെങ്കിൽ അവർക്കൊരു സക്സസ് ഉണ്ടാകും എന്നാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നൊരു ഗൈഡൻസ് മെസ്സേജ് കിട്ടുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആ പണ്ട് സമയങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ കോൺഫ്ലിക്ട്സുകൾ ഉണ്ടായ സമയങ്ങളിലൊക്കെ നിങ്ങളോട് മോശമായ രീതിയിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ പെരുമാറുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേദന നൽകുന്ന രീതിയിൽ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഫൊർഗീവ് ചെയ്ത് കൊടുത്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് അവരെ കുറച്ചൊരു ആക്റ്റീവായി ബോൾഡാക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങളെ ആ ഒരു പേഴ്സണെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലേക്ക് അവർ തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ടാണ് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മെസ്സേജ് ആയിട്ട് നമുക്ക് വരുന്നത്. കുറച്ച് 2 ക്ലാരിഫിക്കേഷൻ കാർഡ് കൂടി നമുക്കൊന്ന് എടുത്തു നോക്കാം. ഓക്കെ, കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, ഒരുപാട് ചാടി വന്നിട്ടുണ്ട്. ഓക്കെ, കിങ് ഓഫ് കപ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ക്ലാരിഫിക്കേഷൻ ഫോർ current feelings of your person. Okay, current feelings of your, okay, 2 കാർഡ് നമുക്ക് വന്നിട്ടുണ്ട്. ഒന്ന് കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്, ഒന്ന് ടെമ്പറൻസ് കാർഡാണ് നമുക്ക് വന്നിട്ടുള്ളത്.
അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ, നിങ്ങളുടെ പേഴ്സണിന് കുറച്ച് ആളുകൾ ചേർന്നിട്ട് നിങ്ങളുടെ പേഴ്സണെ വളരെ അവരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന പോലെ അവർ സെൻസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവരോട് സംസാരിക്കുന്നുണ്ടായിരിക്കാം. ഇതാണ് ശരി, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ശരി, ഓക്കെ, ആ ഒരു രീതിയിലൊക്കെ സംസാരിച്ച് അവരുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സണ് അത് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. അവര് ശരിക്കും പറഞ്ഞാൽ ഈ ഇവരെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന വ്യക്തികൾ അവരുടെ ഇമോഷൻസ് വെച്ചാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിനെ നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഒരു ബാലൻസ്, ഇമോഷണൽ ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഒരു ഇന്നർ ഫീലിങ്സ് അവർക്ക് കൊടുക്കണം. അല്ലാത്ത പക്ഷം ഈ ഒരു വ്യക്തിയുടെ കൂടെയുള്ള ആളുകൾ അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് വേറൊരു രീതിയിലേക്ക് കൊണ്ടെത്തിച്ചതിന് ശേഷം അവരെ ഉപേക്ഷിച്ച് പോകുന്നതാണ്. അപ്പോൾ അവർക്കൊരു ഏകാന്തത അനുഭവപ്പെടുകയും അവർ ഒറ്റപ്പെട്ട് ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ നിങ്ങളുടെ പേഴ്സൺ എത്തിയിട്ടുണ്ടാകാം. അപ്പോൾ അത് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു കാർഡ് നമുക്ക് കിട്ടിയത് എന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ വേണ്ടത് ഒരു ഇന്നർ പീസ് ആണ്. അതുപോലെ തന്നെ നിങ്ങളൊരു ധൈര്യശാലിയായ വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വന്തമായ ഒരു കഴിവുണ്ട്. ആ ഒരു ഇന്നർ പീസ് നേടിയെടുക്കാനുള്ള നിങ്ങളും ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ടാകാം ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ. പക്ഷെ നിങ്ങളുടെ ഒരു, ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, ഒരു ചൈൽഡ്ഹുഡ് ട്രോമയിലൂടെ ഒക്കെ കടന്നു വന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഹീലിംഗ് കപ്പാസിറ്റി ഉണ്ട്, നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവുണ്ട്, ഒരു സ്ട്രെങ്ത് ഉണ്ട്. മനസ്സിന് നല്ല കട്ടിയുള്ള വ്യക്തികളാണ് നിങ്ങൾ. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയല്ല, കാണുന്നത് പോലെയല്ല പേഴ്സൺ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു ഇന്നർ പീസ് ഈ വ്യക്തിക്ക് കിട്ടേണ്ടതായിട്ട് ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ ഒരു പോസിറ്റീവ് എനർജി വ്യക്തിക്ക് ഉണ്ടാവുകയുള്ളൂ. റിലേഷൻഷിപ്പിൽ അത് നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ ഉയർത്തിക്കൊണ്ടുവന്ന് നിങ്ങളുടെ കൂടുതൽ നിർത്തുകയാണെങ്കിൽ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള രീതിയിലുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നാണ് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന്. ഇവിടെ നമ്മൾ സ്നേഹം പകർന്നു കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഒരു സ്നേഹം ചെല്ലാതെ അവിടെ ഒന്നും നടക്കില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഒരു സ്നേഹത്തിനായി വെയിറ്റ് ചെയ്യുന്നു എന്നാണ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുക. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ അതാണ്. നിങ്ങളുടെ ആ ഒരു സ്നേഹം ജസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം മതി, അവർ ജസ്റ്റ് പിക്കപ്പായി കയറി പോകുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ്, എവറി മൂമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രീഷ്യസ് ഫോർ മീ. ഓക്കെ, ഓരോ സമയവും, കഴിഞ്ഞുപോയ ഓരോ സമയവും നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തത് വളരെ പ്രീഷ്യസ് ആയിട്ട്, വളരെ വിലപ്പെട്ട സമയങ്ങളായിട്ട് അവർ കരുതുന്നു എന്നാണ് പറയുന്നത്. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി മെറ്റ് ഫസ്റ്റ്. ഓക്കെ, നമ്മൾ ആദ്യം കണ്ടുമുട്ടിയ ആ ഒരു ദിവസം ഞാൻ ഇപ്പോഴും ഓർത്ത് വെച്ചിരിക്കുന്നു എന്നാണ് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീംസ് ടുഗെദർ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി പരിശ്രമിക്കാം എന്നവർ നിങ്ങളോട് പറയുകയാണ്. ഐ ഹോപ്പ് യു വിൽ ഫോർഗിവ് മീ സൂൺ. ഓക്കെ, എന്നോട് പെട്ടെന്ന് തന്നെ നീ ക്ഷമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നവർ പറയുകയാണ്. ഐ എം ട്രൈങ് ടു ഇംപ്രൂവ് മൈസെൽഫ്. ഞാൻ കുറച്ചൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറയുകയാണ്. ഐ അപ്പോളജൈസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡിഡ് ഫോർ യു. ഞാൻ എന്തൊക്കെ തെറ്റുകളാണ് നിന്നോട് ചെയ്തിട്ടുള്ളത് അതിനെല്ലാം ഞാൻ ഈ ഒരു സമയത്ത് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഒത്തിരി തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതായിരിക്കാം നിങ്ങളും ഇങ്ങനെയൊന്ന് വിട്ടു നിൽക്കുന്നത്. അതായിരിക്കാം അവർക്ക് ഇപ്പോൾ ഈ ഒരു കാർമിക് സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത്. യു ആർ മൈ പെർഫെക്റ്റ് പാർട്ട്ണർ. ഇപ്പോഴാണ് അവർക്ക് അവരുടെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാകുന്നത്. ഓക്കെ, യു ആർ മൈ ട്വിൻ ഫ്ലെയിം. നിങ്ങൾ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് എന്നുള്ള കാര്യവും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്രയും സോൾ മെസ്സേജസ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന സോൾ മെസ്സേജസ്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂസ് വന്നിരിക്കുന്നത് മോൾ ഓൺ റൈറ്റ് ചീക്ക്. റൈറ്റ് സൈഡിലെ കവിളില് മറുകുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. സോഷ്യൽ വർക്കർ, റെഡ് കളർ. നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള കളർ റെഡ് കളർ ആകാനുള്ള ചാൻസ് ഉണ്ട്. 2004 എന്ന് പറയുന്നൊരു വർഷം വന്നിട്ടുണ്ട്. പർപ്പിൾ കളർ. ഓക്കെ, നമ്പർ 30. ഓക്കെ, ഒക്ടോബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്.
ഫെബ്രുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എബ്രോഡുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. ലെറ്റർ കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ട്രൂ ലവ്, നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്കുമുള്ളത് ഒരു ട്രൂ ലവ് ആണ് എന്നാണ് ഇവിടെ കിട്ടുന്നത്. 1984 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗോൾഡൻ കളർ നമുക്ക് കിട്ടുന്നുണ്ട്. 45 എന്ന് പറയുന്നൊരു നമ്പർ കിട്ടുന്നുണ്ട്. 1981 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ഫുട്ബോൾ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ചോക്ലേറ്റ് ലവർ, ഓക്കെ. 43, നമ്പർ 43, നമ്പർ 33. ക്രിക്കറ്റ്, ഓക്കെ. ക്രിക്കറ്റ് കളിക്കാനും ഒക്കെ ഒത്തിരി താല്പര്യമുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ കളി കാണാനൊക്കെ താല്പര്യമുള്ള ആളുകളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ക്രിക്കറ്റ് കളിയോട് വളരെ ക്രേസ് ഉള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ ഒക്കെ എന്ന് വിചാരിക്കും. വളരെ ചാൽഡിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ടായിരിക്കാം അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്തത് എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ക്ലൂസും അതുപോലെ ഈ ഒരു റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.